നമസ്കാരം. നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെയും CPM നേതാക്കളെയും രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ച് അമ്പലപ്പുഴ MLA ജി സുധാകരൻ. സഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രസംഗിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നിരയിലെ ഒരാൾക്കും കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ നനഞ്ഞ കോഴിയെപ്പോലെയാണ് ഇരിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. അമ്പലപ്പുഴയിൽ പുതുതായി ആരംഭിച്ച തന്റെ MLA ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ നടന്ന ചർച്ചകളെ പരാമർശിച്ചായിരുന്നു സുധാകരന്റെ കടന്നാക്രമണം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ അവസാനം 15 മിനിറ്റോളം സഭയിൽ രൂക്ഷമായി സംസാരിച്ചിട്ടും ഒരക്ഷരം എഴുന്നേറ്റ് നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പിണറായി സഖാവാണെങ്കിൽ വെള്ളത്തിൽ വീണ് നനഞ്ഞ കോഴിയുടെ അവസ്ഥയിലാണ് നിലവിൽ അവിടെയുള്ളത്. ഒന്നും മിണ്ടുന്നില്ല. KN ബാലഗോപാലാണെങ്കിൽ സംസാരിക്കാനും അറിയില്ല, സഭയിൽ മിണ്ടാട്ടവുമില്ല. തോമസ് ഐസക് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. പറയാനറിയാവുന്ന ഒരാളെങ്കിലും വേണ്ടേ. എനിക്ക് വല്ലാത്ത വിഷമവും സങ്കടവും തോന്നി. കാരണം 20 വർഷം അവരുടെ കൂടെ അവിടെ ഇരുന്ന ആളാണ് ഞാൻ. സഭയിൽ പ്രതിപക്ഷത്തിൻ്റേത് തികച്ചും ദയനീയമായ ചിത്രമാണെന്നും സുധാകരൻ പറഞ്ഞു. ഇടത്തോട്ട് മുണ്ടെടുത്താൽ മാത്രം ഇടതുപക്ഷമാകില്ലെന്നും അതുപോലെ വലത്തോട്ട് മുണ്ടെടുത്താൽ വലതുപക്ഷമാകില്ലെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയതലത്തിൽ CPM നിലനിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പിന്തുണയോടെയാണെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. താൻ കോൺഗ്രസിൻ്റെ ചെളിക്കുണ്ടിലേക്ക് പോകുമെന്ന് മുൻപ് അമ്പലപ്പുഴയിൽ വന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചു. എന്നാൽ CPM ഇന്ന് എവിടെയാണുള്ളത്? കേരളത്തിലൊഴികെ രാജ്യത്ത് ഒരിടത്തും CPMന് സ്വന്തമായി നിലനിൽപ്പില്ല. ഇന്ത്യയിൽ CPM എഴുന്നേറ്റ് നിൽക്കുന്നത് കോൺഗ്രസ് നൽകിയ ഊന്നുവടിയിലാണ്. എന്ത് രാഷ്ട്രീയ ദർശനമാണ് അവർക്കുള്ളത്? സമൂഹത്തിൽ CPMന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അടുത്ത കാലത്തൊന്നും ഇവർ നന്നാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളത്തിൽ നിലവിൽ കോൺഗ്രസിന്റെ സുവർണ്ണ കാലഘട്ടമാണെന്ന് വിശേഷിപ്പിച്ച സുധാകരൻ രാജ്യത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി മുസ്ലിം ലീഗാണെന്നും അഭിപ്രായപ്പെട്ടു. നിലവിൽ CPMൽ ജനങ്ങൾക്ക് അംഗീകാരമുള്ള ഒരൊറ്റ യുവജന നേതാവ് പോലുമില്ലെന്നും അദ്ദേഹം പ്രസംഗത്തിനിടെ കുറ്റപ്പെടുത്തി. CPM നേതൃത്വത്തെ ഒന്നടങ്കം പ്രതികൂട്ടിലാക്കുന്ന അമ്പലപ്പുഴ MLAയുടെ ഈ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന കാര്യം ഉറപ്പാണ്. കേരളത്തിന് പുറത്ത് CPM എഴുന്നേറ്റ് നിൽക്കുന്നത് കോൺഗ്രസ് പിന്തുണയിലാണെന്ന അദ്ദേഹത്തിൻ്റെ പരിഹാസം CPMനെ ചൊടിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ പിണറായി വിജയനും ഞങ്ങളെപ്പോലെ ഒരു MLA ആണെന്നായിരുന്നു സുധാകരൻ മുൻപ് പറഞ്ഞിരുന്നത്. പണ്ട് 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു ടൈം ഞാനും ആ സർക്കാരിലുണ്ടായിരുന്നു. പാർട്ടി തീരുമാനിക്കുന്ന ഒരു MLA മുഖ്യമന്ത്രിയാകുന്നുവെന്നേ ഉള്ളൂ. എനിക്ക് ആരോടും ശത്രുതയില്ല. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ശത്രുതയ്ക്ക് അടിസ്ഥാനമില്ല. അത് വെച്ച് പുലർത്തുന്നവർക്കേ നാശമുണ്ടാകൂ എന്നും സുധാകരൻ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം തൻ്റെ ഔദ്യോഗിക Facebook പേജിലെ കമൻറ്റ് ബോക്സ് മാസങ്ങൾക്ക് ശേഷം തുറന്നതിന് പിന്നാലെ വലിയ സൈബർ ആക്രമണവും ജി സുധാകരന് നേരിടേണ്ടി വന്നു. CPMുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചത് മുതൽ തുടങ്ങിയ തെറിവിളി കാരണമാണ് മുൻ മന്ത്രി കൂടിയായ മുതിർന്ന നേതാവ് 2 മാസം മുന്നേ കമൻറ്റ് ബോക്സ് പൂട്ടിയത്. എന്നാൽ വീണ്ടും തുറന്നപ്പോഴും സൈബർ ആക്രമണത്തിന് ഒരു കുറവുമില്ല. ആലപ്പുഴയിൽ തുറന്ന തൻ്റെ MLA ഓഫീസ് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ചീത്തവിളികളും ഉയർന്നിരുന്നു. ഇതോടെ മിനിറ്റുകൾക്കകം അദ്ദേഹം കമൻറ്റ് ബോക്സ് വീണ്ടും പൂട്ടുകയായിരുന്നു. CPM സൈബർ സഖാക്കളാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. CPM വിട്ടതിലും കോൺഗ്രസ് പിന്തുണയിൽ ജയിച്ചതിലുമുള്ള CPM അണികളുടെ സൈബർ ആക്രമണമാണ് കമൻറ്റ് ബോക്സിൽ കണ്ടത്.